ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, 2025 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? ആൻസർ: പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ആൻസർ: ദക്ഷിണ കൊറിയ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ആൻസർ: ബാണാസുര സാഗർ ഡാം. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ: നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിതയാര്? ആൻസർ: സുനിത നാരായണൻ. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം? ആൻസർ: പശ്ചിമഘട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആൻസർ: ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ: പറമ്പിക്കുളം. ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ആൻസർ: ഓൺലി വൺ എർത്ത് അഥവാ ഒരു ഭൂമി മാത്രം. ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത്? ആൻസർ: വനങ്ങൾ. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം? ആൻസർ: ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ആൻസർ: കണ്ണൂർ ജില്ലയിലെ ഏഴിമല. പരിസ്ഥിതി സംബന്ധമായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയ മലയാളിയാര്? ആൻസർ: CK കരുണാകരൻ. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ: അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ: ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. നീലപതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ: ബീച്ചുകളുടെ ഗുണനിലവാരം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ആൻസർ: UNEP. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പഴയ പേരെന്ത്? ആൻസർ: ഹെയ്ലി നാഷണൽ പാർക്ക്. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഠനശാഖ ഏതാണ്? ആൻസർ: ഹ്യൂമൻ ഇക്കോളജി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം? ആൻസർ: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? ആൻസർ: മഹാരാഷ്ട്രയിലെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം. WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWFൻ്റെ ചിഹ്നം എന്താണ്? ആൻസർ: ഭീമൻ പാണ്ട. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ: മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത്? തെക്കേ അമേരിക്ക.
ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത്? ആൻസർ തണ്ണീർത്തടങ്ങൾ. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? പെഡോളജി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഡെറാഡൂൺ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത്? കല്ലേൻ പൊക്കുടൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം? ആൻസർ 1966. ഒറ്റവൈക്കോൽ വിപ്ലവം ആരുടെ കൃതിയാണ്? മസനോബു ഫുക്കുവോക്ക. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനം? ആൻസർ ബിഷ്ണോയ് പ്രസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ദേശീയോദ്യാനം? ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം? ആൻസർ മധ്യപ്രദേശ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ആൻസർ കാസർഗോഡ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരെ? ആൻസർ ജെ.സി. ബോസ്. മരം മുറിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ. ഇത് ആരുടെ വാക്കുകൾ? സുന്ദർലാൽ ബഹുഗുണ. മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ആൻസർ ബാണാസുര സാഗർ ഡാം. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം. റാംസർ കൺവെൻഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ തണ്ണീർത്തട സംരക്ഷണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ചെന്തുരുണി വന്യജീവി സങ്കേതം. ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് വായിക്കാം: അനഘ എം.ആർ, ശ്രീലക്ഷ്മി ദാസ്, ഗൗരി, ആദിദേവ് എ നായർ, ഹൃദ്യ, സ്വാഗത് എ കെ, നൈമിക നൈതിക, വിശ്രുത് പി പി, സത്യജിത്ത് എ, അൽന ബിനോയ് എന്നീ കുട്ടികളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ശരിയുത്തരം കമൻറ്റ് ചെയ്ത 10 പേർ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര്? 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര്? എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.